നമസ്കാരം കൂട്ടുകാരെ, 2024 പുറത്തിറങ്ങിയ അതിഗംഭീര ചലച്ചിത്രം വർഷങ്ങൾക്ക് ശേഷം ഗംഭീരമായ ആ സിനിമയുടെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. സിനിമ കാണാൻ താല്പര്യമുള്ളവർ സോണി ലിവിൽ സ്ട്രീം ചെയ്യുന്ന ചലച്ചിത്രം അവിടെ നിന്ന് തന്നെ കാണുമല്ലോ. കഥയാരംഭിക്കുന്നത് വേണുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വേണു ഒരു സംവിധായകനാണ്. വേണു തന്റെ ഉറ്റ സുഹൃത്തായ മുരളിയെ തിരക്കി തമിഴ്നാട്ടിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ആ യാത്രയിൽ വേണു തന്റെ ടാക്സി ഡ്രൈവറുടെ അടുക്കൽ തന്റെയും തന്റെ പ്രിയ സുഹൃത്ത് മുരളിയുടെയും ജീവിതകഥ പറയുകയാണ്. വേണുവിന്റെ 10ാം ക്ലാസ് കാലം, സ്കൂൾ കാലത്തെ വേണുവിന് പഠിത്തത്തിലൊന്നും വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. സാഹിത്യവും നാടകവുമൊക്കെയായിരുന്നു പ്രിയം. അങ്ങനെയിരിക്കെ നാട്ടിൽ ശേഖരൻ എന്ന വ്യക്തിയുടെ നാടകം നടക്കാൻ പോകുന്നു. ചെറിയ ഇടിപിടി പണികളുമൊക്കെയായി ഈ നാടകം എവിടെയുണ്ടോ അവിടെ വേണുവുണ്ടാകും. അന്നും പതിവ് പോലെ നാടകം നടക്കുന്നിടത്തേക്ക് വേണുവെത്തി. അപ്പോഴാണ് ഒരു സംഭവം അറിയുന്നത്. നാടകത്തിൽ നായകനായിട്ടുള്ള വ്യക്തി അവിടെ നിന്ന് മുങ്ങിയിരുന്നു. നാടകം അല്പം പ്രതിസന്ധിയിലാണ്. മറ്റൊരു നടനെ വെച്ച് നാടകം മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ തീരുമാനമായെങ്കിലും ആ കുറവ് മേക്കപ്പ് ചെയ്യുവാൻ നല്ലൊരു മ്യൂസിക്കൽ ആർട്ടിസ്റ്റിനെ തന്നെ വേണം. സംഗീതം കൊണ്ട് ആവശ്യത്തിനൊന്ന് പെരുപ്പിക്കണം. നാടകകൃത്തായ ശേഖരേട്ടൻ തന്നെ അങ്ങോട്ടേക്കെത്തിയ വേണുവിനോട് ഒരു സഹായം ചോദിച്ചു. അവിടുത്തെ പ്രധാനപ്പെട്ട ജന്മിയുടെ വീട്ടിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പേർഷ്യയിൽ നിന്നും മറ്റുമുള്ള ഒരുപാട് ഗസ്റ്റുകളുമുണ്ട്. അവിടെ പാടുവാനായി ഇൻസ്ട്രുമെന്റലിസ്റ്റും മ്യൂസിക്കിൽ വളരെ കഴിവുള്ളവനുമായ മുരളി എന്ന വ്യക്തിയുണ്ട്. മുരളിയെ വേണു പോയി കൂട്ടിക്കൊണ്ടുവരണം. നാടകകൃത്തായ ശേഖരേട്ടൻ പറഞ്ഞാൽ വേണുവിനുണ്ടോ ചിന്തിക്കുവാൻ സൈക്കിളുമെടുത്ത് വേണു വേഗത്തിൽ ജന്മിയുടെ വീട്ടിലെത്തി. ആദ്യമായി വേണു മുരളിയെ കാണുന്നത് അന്നായിരുന്നു. മദ്യപിച്ച് മതോന്മത്തനായി നിൽക്കുന്ന, തമാശകൾ പറഞ്ഞ് ചിരിക്കുന്ന, വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. ശേഖരേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ പറയുന്നതും ശേഖരേട്ടനെ വരെ പരിഹസിച്ച് ചിരിക്കുന്ന മുരളി വേണുവിനൊപ്പം നാടകം നടക്കുന്നിടത്തേക്ക് വൈകാതെ പുറപ്പെടുന്നു. ജന്മയുടെ കാറ് വാങ്ങി അതിലായിരുന്നു അവരുടെ യാത്ര. ആ യാത്ര വേണുവിനെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട്. മദ്യപിച്ച് റാഷ് ഡ്രൈവ് ആയിരുന്നു മുരളി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും യാത്രയ്ക്കൊടുവിൽ അവർ നാടകം നടക്കുന്ന ഇടത്തെത്തി. വൈകാതെ നാടകവും ആരംഭിച്ചു. അന്നായിരുന്നു മുരളിയുടെ കഴിവ് വേണു കൺമുമ്പിൽ കണ്ടത്. വളരെ ഇൻസ്റ്റന്റായി കഥാ പശ്ചാത്തലത്തിന് ചേർന്ന രീതിയിൽ മുരളി പശ്ചാത്തല സംഗീതമൊരുക്കി. നാടകം വളരെ വലിയ വിജയമാവുകയും ചെയ്തു. അന്ന് തിരികെ വെള്ളത്തിലായിരുന്നു മുരളിയും വേണുവും മടങ്ങിയത്. വഞ്ചിയിലിരുന്ന് പാട്ടുപാടിയൊക്കെ പോകുന്ന സമയം മുരളിക്ക് പുതിയൊരു ട്യൂൺ തോന്നി. തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ജന്മി കൊടുത്ത ഗിഫ്റ്റായ ഒരു ടേപ്പ് റെക്കോർഡറിൽ മുരളി അത് റെക്കോർഡ് ചെയ്തെടുത്തു. അതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നതോടെ വേണു മുരളിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മദ്രാശിയിലേക്ക് പോക്കൂടെ? പാട്ടുകളൊക്കെ സിനിമയിലൂടെ വരുമല്ലോ. പക്ഷേ മുരളിക്കാകട്ടെ സിനിമയോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ താല്പര്യക്കേട് മുരളി വ്യക്തമാക്കുകയാണ്. മുരളിക്ക് നാടും നാട്ടുകാരും ഇൻഡിപെൻഡന്റ് മ്യൂസിക്കും ഒക്കെയായിരുന്നു താല്പര്യം. അന്ന് കണ്ട് പിരിഞ്ഞതിനു ശേഷം മുരളിയും വേണുവും പിന്നീട് കാണുന്നത് വേണു പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്താണ്. വേണുവിന്റെ അടുത്ത സുഹൃത്തായിരുന്നു മുരളിയുടെ കോളേജ് പ്രിൻസിപ്പൽ. ബംഗാളി എഴുത്തുകാരൻ രവീന്ദ്രദേവിന്റെ പുതിയ നോവൽ കോളേജ് ലൈബ്രറിയിൽ വന്നിരുന്നു. പ്രിൻസിപ്പലിൽ നിന്ന് ആ വിവരം പറഞ്ഞ മുരളി നോവൽ വാങ്ങിക്കുവാൻ കോളേജിലേക്ക് എത്തിയതായിരുന്നു. അവിടെ വെച്ചാണ് വേണുവും മുരളിയും വീണ്ടും കാണുന്നത്. മുരളി വന്ന ആവശ്യമറിഞ്ഞതും നോവൽ വാങ്ങി മുരളിക്ക് കൊടുക്കുവാനായി വേണു പുറപ്പെട്ടു. പക്ഷേ ലൈബ്രറിയിൽ നിന്നും ആ നോവൽ ആനി എന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയുടെ കൈവശമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വേണു മനസ്സിലാക്കുകയാണ്. വേണു ആ കാര്യം മുരളിയെ അറിയിച്ചു. അവരിരുവരും ആനിയുടെ ക്ലാസ്സിലേക്കും പുറപ്പെട്ടു. പക്ഷേ പാതി വഴിയിൽ വെച്ച് ആർട്ട് ക്ലബ്ബുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക്, എഴുത്തുകാര്യങ്ങൾക്കു വേണ്ടി വേണുവിന് മാറേണ്ടി വരുന്നു. വേണു എഴുതുന്ന ഒരാളാണ് എന്ന് മുരളി അറിയുന്നതും അന്നായിരുന്നു. ശേഷം മുരളി തന്നെ ആനിയുടെ ക്ലാസ്സിലേക്ക് എത്തി. അവിടെ ഒരു പരിപാടി നടക്കുന്നതുകൊണ്ട് ഡയറിയിൽ എഴുതി ആനിയും മുരളിയും സംസാരിച്ചു. നോവൽ അന്ന് രാത്രിയെ വായിച്ചു കഴിയൂ, അടുത്ത ദിവസം തരാമെന്നായിരുന്നു ആനി പറഞ്ഞത്. പക്ഷേ മുരളിക്ക് ക്ഷമയില്ല. രാത്രി ഞാൻ വന്ന് വാങ്ങിച്ചോട്ടെ എന്ന് മുരളി ചോദിക്കുമ്പോൾ ആനി അതിന് അനുവദിക്കുകയാണ്. മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു. ആനിയെ കണ്ട മാത്രയിൽ മുരളിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അന്ന് രാത്രി ആനിയിൽ നിന്ന് നോവൽ വാങ്ങുവാൻ മുരളി ചെന്നു. ആ മീറ്റിംഗ് അവരുടെ ബന്ധത്തിന്റെ തുടക്കമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ അടുപ്പത്തിലായി. വേണുവിനെ കാണാനെന്ന വ്യാജേന ആനിയെ കാണുവാൻ മുരളി സ്ഥിരമായി കോളേജിൽ വന്നു തുടങ്ങി. വേണുവും ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ആനിയുടെ കുടുംബവുമായും മുരളി വലിയ പരിചയത്തിലാവുകയാണ്. സംഗീതത്തിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ഒരു കുടുംബമായിരുന്നു അത്. അങ്ങനെയിരിക്കെ ഒരു സംഭവം വന്നു. ആനിയുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വിക്ടർ ഹ്യൂഗോയുടെ ഒരു നോവൽ മലയാളത്തിലേക്ക് കൈയെഴുത്തു പ്രതിയായി തർജ്ജമ ചെയ്യപ്പെട്ടിരുന്നു. മുരളി അത് ചോദിച്ചാവശ്യപ്പെട്ടു. ഒടുവിൽ മുരളിക്ക് കൊറിയറും എത്തി. പക്ഷെ അതിലൊരു പ്രശ്നം പറ്റിയത് എന്തെന്നാൽ അതിന്റെ അവസാനാധ്യായം എഴുതിയിരുന്നില്ല. ആ നോവൽ ആനിക്ക് സമ്മാനിച്ച് അവളെ പ്രപ്പോസ് ചെയ്യണം എന്ന് മുരളിക്കുണ്ടായിരുന്നു.
അവസാനം അധ്യായം എഴുതാത്ത പുസ്തകം കൊടുത്താൽ അത് ശരിയാവില്ലല്ലോ എന്ന ചിന്ത അവന്റെ ഉള്ളിലേക്ക് വന്നു. വേണുവുമായും അവനത് ഡിസ്കസ് ചെയ്തു. ഇംഗ്ലീഷിൽ മുരളി ആ നോവൽ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ വേണു ഒരു സജഷൻ പറഞ്ഞു. ആ കഥ അവന് പറഞ്ഞുകൊടുത്താൽ അവൻ എഴുതി നോക്കാമെന്ന്. മനസ്സില്ലാ മനസ്സോടെയെങ്കിലും മുരളി അതിന് സമ്മതിക്കുകയാണ്. വേണു അവസാനത്തെ അധ്യായം എഴുതി. അത് അത്രമേൽ മികച്ചു നിന്നിരുന്നു. മുരളി അത് വായിച്ച് വേണുവിനെ ഏറെ അഭിനന്ദിച്ചു. ഓരോ ദൃശ്യങ്ങളും സിനിമയിലെന്ന പോലെ കാണാമെന്നും നിനക്ക് മദ്രാശിയിലേക്ക് പോയി സിനിമയുടെ ഭാഗമായി കൂടെ എന്ന് മുരളി അന്ന് വേണുവിനോട് ചോദിച്ചു. മുരളി പണ്ടു പറഞ്ഞ അതേ ഡയലോഗ് വേണു മുരളിയോട് തിരികെ പറയുകയാണ്. നാട്ടുകാരും നാടകവും ഒക്കെ തനിക്ക് മതിയെന്ന പോലെ വേണുവിന്റെയും മുരളിയുടെയും സൗഹൃദം കൂടുതൽ ദൃഢമായിക്കൊണ്ടിരുന്നു. പുസ്തകവുമായി ആനിയെ കാണുവാൻ മുരളി അവളുടെ വീട്ടിലെത്തി. ആനിയുടെ ചേച്ചി തളർന്നു കിടക്കുകയാണ്. ചേച്ചിയുടെ ഭർത്താവ് അവരെ നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. അന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ആനിക്കടുത്ത് മുരളി തന്റെ പ്രണയം തുറന്നു പറഞ്ഞു. പക്ഷേ ആനി പെട്ടെന്ന് ഷോക്കാവുകയായിരുന്നു ചെയ്തത്. ആനി അവിടെ നിന്ന് എഴുന്നേറ്റു മാറി. ആനിക്ക് അടുത്ത് ചെന്ന് മുരളി അവളോട് കാര്യം ചോദിച്ചു. അവളുടെ കണ്ണുകളിൽ അവളുടെ ഇടപെടലിൽ മുരളി പ്രണയം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ റിജക്ഷൻ എന്തിന്റെ പേരിലാണ് എന്നവൻ അറിയണമായിരുന്നു. ആനിയിൽ നിന്ന് തന്നെ ഞെട്ടലോടെ അവനത് കേൾക്കുകയാണ്. ആനിയുടെ ചേച്ചിയുടെ ഭർത്താവ് ആനിയെ സെക്ഷലി അബ്യൂസ് ചെയ്തെന്ന കാര്യം, ആനി അതിന് നിന്നുകൊടുത്തെന്ന കാര്യം മുരളിയെ അത് വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കാട് കയറി ചിന്തിക്കുക കൂടി ചെയ്ത മുരളി ആനിയോട് വല്ലാതെ ദേഷ്യപ്പെട്ട് നിന്റെ ചേച്ചി തളർന്നു കിടക്കുന്നുണ്ടാണോടി നീ അവന് കിടന്നുകൊടുത്തത് എന്നൊക്കെ ചോദിച്ച് അവളോട് കയർക്കുന്നു. ആനിയും ദേഷ്യത്തിൽ മുരളിയെ ഗെറ്റൗട്ട് അടിക്കുകയാണ്. അന്നവർ പിരിയുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം മുരളി നാടുവിട്ടുപോയി. മുരളിക്ക് ആ ശീലമുള്ളതാണ്. മനസ്സിന് ഭാരം തട്ടുന്ന വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നു നടന്നാൽ അവൻ നാടുവിട്ട് മാറി നിൽക്കും. വേണു മുരളിയെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും എവിടെയും കണ്ടുകിട്ടിയില്ല. പിന്നീട് വേണു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം വേണുവിന് കോളേജ് അഡ്രസ്സിൽ ഒരു കത്ത് വന്നു. മുരളിയുടെ കത്തായിരുന്നു അത്. പുകപറത്തി പായുന്ന കൽക്കരി വണ്ടിയിൽ കയറി നമുക്ക് മദ്രാശിയിലേക്ക് വിട്ടാലോ എന്നായിരുന്നു കത്തിലെഴുതിയിരുന്നത്. വേണുവിന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അങ്ങനെ മുരളിക്കൊപ്പം വേണു മദ്രാശിയിലേക്ക് തിരിക്കുന്നു. MGR മുഖ്യമന്ത്രിയായി ഭരണമേൽക്കുന്ന കാലത്താണ് ഇരുവരും മദ്രാശിയിലേക്ക് എത്തുന്നത്. കോടമ്പാക്കത്തെ സ്വാമീസ് ലോഡ്ജിൽ മുറിയെടുത്ത് അവരവിടെ താമസം തുടങ്ങി. ഒപ്പം തങ്ങളുടെ സിനിമാ സ്വപ്നങ്ങളും സിനിമയുടെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പറ്റാനായിരുന്നു മുരളിയുടെ ശ്രമം. വേണു ആകട്ടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാനും മറ്റും ശ്രമിച്ചുകൊണ്ടിരുന്നു. പല വാതിലുകളിലും അവർ മുട്ടി. പലതരം ജോലികൾ ചെയ്തു. ഒടുവിൽ രണ്ടുപേർക്കും ചെറിയ രണ്ട് വഴികൾ തുറന്നു കിട്ടുകയാണ്. വേണുവിന് സിനിമകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനും സംവിധായകരുടെ ചർച്ചകൾ കാണാനും മറ്റുമുള്ള അവസരം ലഭിച്ചു. പതിയെയാണെങ്കിലും വേണു അസിസ്റ്റന്റ് ഡയറക്ടറായി. മറുവശത്ത് മുരളിക്കാകട്ടെ ഒരു കമ്പോസിംഗ് സ്റ്റുഡിയോയിൽ വയലിനിസ്റ്റായി ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞു. അങ്ങനെയിരിക്കെയാണ് മറ്റൊന്നുകൂടി സംഭവിക്കുന്നത്. വേണു വർക്ക് ചെയ്യുന്ന സിനിമയിൽ ഒരു പുതുമുഖ നടിയായിരുന്നു ഉണ്ടായിരുന്നത്. വേണു ആ നടിയോട് ചെറിയ കെയർ കാണിച്ചതും ആ നടി വേണുവിനെ പ്രണയിക്കാൻ ആരംഭിച്ചു. മറുവശത്ത് മുരളിയാകട്ടെ ഇന്ദ്രധനുഷ് എന്ന പേരുള്ള അറിയപ്പെടുന്ന ഒരു മ്യൂസിക് കമ്പോസറുടെ കീഴിൽ വയലിനിസ്റ്റായി തന്റെ ദിവസങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെയാണ് മുരളി ജോലി നോക്കുന്ന സ്റ്റുഡിയോയിലേക്ക് ഒരു മലയാളി പ്രൊഡ്യൂസർ കടന്നുവരുന്നത്. കേശവ് ദേവ് എന്നായിരുന്നു അയാളുടെ പേര്. ഒരു പൊട്ട പടം പിടിച്ച് അതിന്റെ മ്യൂസിക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നതാണ് അയാൾ. ഒരു സിനിമാ സെൻസുമില്ലാത്ത ഒരു പാവം പ്രൊഡ്യൂസർ. തന്റെ പൊട്ടപ്പടം വലിയ വിജയമാകും എന്ന ശുഭപ്രതീക്ഷയിലായിരുന്നു അയാൾ. മറ്റുള്ളവരൊക്കെ അയാളുടെ സിനിമ വളരെയധികം വിജയമാകും എന്നൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ മുരളി സത്യസന്ധനായിരുന്നു. അദ്ദേഹത്തെ നേരിൽ കണ്ട് നിങ്ങളുടെ സിനിമ പൊട്ടപ്പടമാണെന്നും 8 നില പൊട്ടുമെന്നും കേശവ് ദേവിന്റെ മുഖത്ത് നോക്കി മുരളി പറഞ്ഞു. കേശവ് ദേവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതോടെ അവർ തമ്മിൽ ഒരു ബെറ്റ് വെക്കുകയാണ്. പടം പൊട്ടിയാൽ താൻ തന്റെ പാതി മീശയെടുക്കും എന്ന് കേശവ് ദേവും പടം വിജയിച്ചാൽ താൻ തന്റെ മുഴുവൻ മീശയും എടുക്കാം എന്നുമായിരുന്നു മുരളിയുടെയും ബെറ്റ്. ഈ വഴക്ക് നടക്കുന്ന സമയം ഇവിടെ കഴിവുള്ള പലരും ഒരവസരം കിട്ടാതെ അലഞ്ഞു തിരിയുക. അപ്പോഴേ നിങ്ങൾ ഈ പൊട്ടപ്പടം എടുത്തുകൊണ്ട് വന്നേക്കുന്നേ, എന്റെ കൂടെ വന്ന കഴിവുള്ള ഒരുപാട് പേരെ കാണിച്ചു തരാം എന്നും മുരളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ സമയം വേണു ജോലി ചെയ്യുന്ന സെറ്റിലാകട്ടെ മറ്റൊന്ന് സംഭവിക്കുകയായിരുന്നു. ആ സെറ്റിലെ നായകന് പുതുമുഖ നടിയായ നായികയ്ക്ക് മേൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ നായികയെ കയറിപ്പിടിക്കാൻ അയാൾ ഒരു ശ്രമം നടത്തി. നായികയാകട്ടെ അയാളെ കടന്നാക്രമിച്ചു. ശേഷം പുറത്തേക്ക് രോഷത്തോടെ വന്ന് വേണുവിനടുത്തെത്തി പറഞ്ഞു, വേണു, എന്റെ വീട്ടുകാരുടെ നിർബന്ധം കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നേ. എനിക്കിതിൽ ഇഷ്ടമൊന്നുമില്ല. ഞാനൊരു പ്രൈമറി സ്കൂൾ ടീച്ചറാ. നിനക്കെന്നെ കല്യാണം കഴിക്കാമോ? രാധികയുടെ ആ ചോദ്യം വേണുവിനെ ഞെട്ടിക്കുന്നതായിരുന്നെങ്കിലും രാധികയെ ഇഷ്ടമായിരുന്ന വേണുവിന് അതിന്
എതിർപ്പൊന്നും ഉണ്ടായിരുന്നുമില്ല. അടുത്ത ദിവസം മുരളി തന്റെ മനസ്സിൽ വന്ന പുതിയ ട്യൂൺ തന്റെ ടേപ്പ് റെക്കോർഡറിൽ സ്റ്റുഡിയോയുടെ സ്റ്റെയറിനടുത്ത് നിന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ദ്ര എന്ന് വിളിക്കുന്ന മ്യൂസിക് കമ്പോസർ ഇന്ദ്രധനുഷ് അത് കേട്ടുകൊണ്ട് ഇറങ്ങി വന്നു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് മുരളിയെ അഭിനന്ദിച്ചു. ശേഷം മുരളിയെ ഒരു ഡ്രിങ്കിന് ക്ഷണിച്ചു. മുരളിക്ക് ഒരു കംഫോർട്ട് സ്പേസ് സൃഷ്ടിച്ചു കൊടുത്ത് അടുത്ത സുഹൃത്തിനെ പോലെ മുരളിയുമായി ഇടപെടുവാനും സംസാരിക്കാനും ഇന്ദ്രധനുഷ് ആരംഭിച്ചു. മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിലല്ല, പ്രൊഡ്യൂസറിനെ കൊണ്ടും ഡയറക്ടറിനെ കൊണ്ടും നടനെ കൊണ്ടുമൊക്കെ അത് കൺവിൻസ് ചെയ്യിപ്പിച്ചെടുക്കുന്നതിലാണ് ബുദ്ധിമുട്ട് എന്ന് ഇന്ദ്ര പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ വലിയൊരു സ്റ്റാറിൽ നിന്നും തനിക്കേർപ്പെട്ട അപമാനത്തെ പറ്റിയൊക്കെ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ടിനെ പറ്റിയൊക്കെ ഇന്ദ്ര മുരളിക്കടുത്ത് മുരളിയുടെ സഹതാപം പിടിച്ചുപറ്റുന്ന പോലെ പറഞ്ഞു. മുരളി ആ സമയം തന്റെ ടേപ്പ് റെക്കോർഡിലേക്കൊന്ന് നോക്കുന്നുണ്ട്. നിരവധി ട്യൂണുകൾ അടങ്ങിയ തന്റെ സ്വപ്നത്തിലേക്ക്. എന്നിരുന്നാൽ തന്നെയും സിനിമയിൽ മ്യൂസിക് കമ്പോസർ ആവാൻ തനിക്ക് താല്പര്യമില്ലെന്നും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഡയറക്ടർ ആവണമെന്നും ഗസലുകളൊക്കെ കമ്പോസ് ചെയ്യണമെന്നത് ആഗ്രഹം എന്നൊക്കെ മുരളി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം മുരളിയെ കാണുവാൻ കേശവദേവ് കടന്നുവരികയാണ്. പാതി മീശ പഠിച്ചിരുന്നു. കേശവദേവിന്റെ പടം 8 നിലയിൽ പൊട്ടി. പന്തയത്തിൽ മുരളി വിജയിച്ചിരിക്കുന്നു. കഴിവുള്ള ഡയറക്ടേഴ്സ് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അന്ന് നീ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരാളെ കാണിച്ചതാടാ എന്നായിരുന്നു വന്ന കേശവദേവിന്റെ ആവശ്യം. അത് കേട്ടതും മുരളി വേണുവിനെ അന്വേഷിച്ച് ഓടുകയാണ്. വേണുവാകട്ടെ ആ സമയം രാധികയുമായി ഒരു പ്രണയസല്ലാപത്തിലായിരുന്നു. അങ്ങോട്ടേക്കെത്തിയ മുരളി അവരുടെ പ്രണയം മനസ്സിലാക്കുന്നുണ്ട്. പിന്നാലെ പ്രൊഡ്യൂസറിന് കിട്ടിയ കാര്യമറിയിച്ച് കഥ പറയാൻ വേണുവിനെയും കൂട്ടി കേശവദേവിന്റെ മുമ്പിലെത്തുന്നു. വേണു വന്ന് കേശവദേവിനോട് കഥ പറഞ്ഞു. വേണുവിന്റെ കഥയും പ്രസന്റേഷനും ഒക്കെയും കേശവദേവിനും ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ വേണുവിന്റെ ആദ്യ സിനിമ ഓണാവുകയാണ്. വേണു ആ സിനിമയുടെ മ്യൂസിക് ചെയ്യാൻ മുരളിയോട് പറഞ്ഞെങ്കിലും എക്സ്പീരിയൻസ് അധികമില്ലാത്ത താൻ ചെയ്താൽ മ്യൂസിക് ശരിയാകുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആരെക്കൊണ്ടെങ്കിലും മ്യൂസിക് ചെയ്യിപ്പിക്കാം എന്ന് മുരളി വേണുവിനോട് പറയുന്നു. ഇന്ദ്രധനുഷ് ആയിരുന്നു മ്യൂസിക് കമ്പോസറായി എത്തിയതും. പക്ഷേ വേണുവിന്റെ സിനിമയിൽ നല്ലൊരു പാട്ട് വേണം എന്നുള്ളതുകൊണ്ട് അതിന്റെ സാഹചര്യത്തിന് പറ്റിയ മുരളി തന്നെ കമ്പോസ് ചെയ്ത് ഒരു അതിഗംഭീര ഗാനം മുരളി ഇന്ദ്രധനുഷിന് കൊടുക്കുന്നു. ഇന്ദ്രധനുഷിന്റെ പേരിൽ സിനിമയിൽ ആ ഗാനം ഉൾപ്പെടുത്തിക്കോളൂ എന്നും അവൻ പറയുന്നുണ്ട്. വൈകാതെ ഷൂട്ടിനായി സ്വാമീസ് ലോഡ്ജിൽ നിന്ന് വേണു പോവുകയും ചെയ്തു. മുരളി അപ്പോഴും അവിടെ ഒരു വയലിനിസ്റ്റായി തുടരുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം വേണുവിന്റെ സിനിമയുടെ ഗാനങ്ങൾ പുറത്തു വന്നു. ജ്ഞാപകം എന്ന് തുടങ്ങുന്ന മുരളി കമ്പോസ് ചെയ്ത ഗാനം ഏവരുടെയും പ്രീതി പിടിച്ചുപറ്റാൻ ആരംഭിച്ചിരുന്നു. അതൊരു സൂപ്പർ ഹിറ്റായി മാറി. പക്ഷേ ഇന്ദ്രധനുഷിന്റെ പേരിലായിരുന്നു ആ ഗാനം പുറത്തു വന്നത് എന്നതിനാൽ അതിന്റെ ഒരു അഭിനന്ദനവും മുരളിയെ തേടി എത്തുന്നില്ല. ഗാനത്തിന്റെ വിജയവും മറ്റും കാണുമ്പോൾ തനിക്കത് കമ്പോസ് ചെയ്താൽ മതിയായിരുന്നു എന്ന ചിന്ത മുരളിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അവനിൽ ഡിപ്രഷൻ ബാധിക്കാൻ തുടങ്ങുന്നു. മുരളി അതോടെ മാറ്റി നിർത്തിയിരുന്ന മദ്യത്തിന് വീണ്ടും അടിമപ്പെടുകയാണ്. വൈകാതെ വേണുവിന്റെ ചലച്ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയും നടന്നു. അങ്ങോട്ടേക്ക് വേണു ക്ഷണിച്ചിട്ട് മുരളി എത്തിയെങ്കിലും അവിടെ ഇന്ദ്രധനുഷും മറ്റും ആഘോഷിക്കപ്പെടുന്ന കണ്ടപ്പോൾ മുരളിയുടെ മനസ്സ് വീണ്ടും തകർന്നു. പ്രിവ്യൂ കാണാതെ മുരളി തിരികെ പോന്നു. മദ്യപാനം വർദ്ധിച്ചതോടെ മുരളിയുടെ കയ്യിൽ നിന്ന് ഓരോന്നായി നഷ്ടപ്പെട്ടു പോവാൻ തുടങ്ങി. സ്റ്റുഡിയോയിൽ മുരളി പ്രശ്നമുണ്ടാക്കി. മദ്യപിച്ച് റോഡിൽ കിടന്നു. മുരളിയുടെ ജീവിതം ആകെ കുത്തഴിഞ്ഞുപോയി. നാളുകൾ കടന്നുപോയപ്പോഴേക്കും വേണുവിന്റെ നിലയും വിലയും മാറിയിരുന്നു. വേണു സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന്റെ ഡയറക്ടറും സിനിമാ മേഖലയിൽ സംസാരിക്കപ്പെടുന്ന പേരുള്ളവനുമായി. പുതിയ കൂട്ടുകാർ വേണുവിനെ തേടിയെത്തി. താനും രാധികയും തമ്മിലുള്ള വിവാഹകാര്യം അവനോട് പറയാനെത്തിയതായിരുന്നു വേണു. എന്ത് സഹായം ഞാൻ ചെയ്യാം എന്ന് മുരളി പറയുമ്പോ നീ എനിക്കൊരു സഹായം ചെയ്യണ്ട, നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി എന്ന് വേണു പറയുന്നത് മുരളിയെ ഹർട്ട് ചെയ്യുന്നുണ്ട്. വേണു തന്നെ വെറുമൊരു കള്ളുകുടിയനായി മാത്രമാണിപ്പോൾ കാണുന്നതെന്നും വേണുവിന് പുതിയ സുഹൃത്തുക്കളും മറ്റും വന്നതോടെ താൻ ആരുമല്ലാതായി എന്ന തോന്നലും മുരളിയുടെ ഉള്ളിലേക്ക് വരുന്നു. അവന്റെ കുറ്റബോധം ആളിക്കത്തുന്നു. ആ ഒരു വേദനയിൽ ജ്ഞാപകമെന്ന സോങ് കമ്പോസ് ചെയ്തത് താനാണെന്നും അത് വേണുവിന്റെ സിനിമയിൽ ഉപയോഗിക്കാൻ കൊടുത്തത് ഇന്ദ്രധനുഷിനാണെന്നും സ്വാമീസ് ലോഡ്ജിന്റെ ഉടമ സ്വാമിയോട് മുരളി പറയുകയാണ്. ആ സമയമാണ് സ്വാമിയിൽ നിന്നും ഇന്ദ്രധനുഷ് ഒരു ഫ്രോഡാണെന്നും ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് സഹതാപം തോന്നിപ്പിച്ച് പാട്ടൊക്കെ കവർന്നെടുക്കാൻ വലിയൊരു കഴിവ് അവനുണ്ടെന്നും മുരളി മനസ്സിലാക്കുന്നത്. പക്ഷേ മുരളിക്ക് മറ്റൊന്നും വേണ്ടായിരുന്നു. ആകെ തകർന്ന മുരളി നേരെ ഇന്ദ്രധനുഷിന്റെ മുമ്പിലെത്തി. ജ്ഞാപകം സോങ്ങിന്റെ ക്രെഡിറ്റ് അത് തനിക്ക് തരണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ സമയം ഒരുപാട് വൈകിപ്പോയെന്നും ഇനി അത് ചെയ്താൽ തന്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്നും പറഞ്ഞ് ഇന്ദ്രധനുഷ് അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്റെ സുഹൃത്ത് വേണുവിനോടെങ്കിലും അതൊന്ന് പറയാമോ? അവൻ എന്നെ വെറുമൊരു കള്ളുകുടിയനായി മാത്രമായി ഇപ്പോ കാണുന്നത് എന്ന് മുരളി ചോദിക്കുന്നു. പക്ഷേ സാധിക്കില്ലെന്നും വേണു ഇപ്പോ നല്ലൊരു ഡയറക്ടറാ, എന്റെ ഡയറക്ടറോട് പറയുകയെന്നാൽ ഇൻഡസ്ട്രി മൊത്തം അത് പാട്ടാകും, അതൊന്നും തനിക്ക് പറ്റില്ല എന്ന് ഇന്ദ്രധനുഷ് തീർത്തു പറയുകയാണ്. പിന്നാലെ നിനക്ക് മ്യൂസിക്കിൽ നല്ല കഴിവുണ്ടല്ലോ, അടുത്തൊരു പാട്ട് കമ്പോസ് ചെയ്യ്, ഈ ലോകത്തിന് തന്നെ നീ ആരാണെന്ന് പ്രൂവ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രധനുഷ് അവിടെ നിന്ന് മുറിയിലേക്ക് കയറിപ്പോയി. മുരളിയേറെ നിസ്സഹായനായിരുന്നു. തന്റെ
തന്റെ കഴിവോ തന്റെ ടാലന്റോ തന്റെ സഹായമോ ആർക്കു മുമ്പിലും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അന്ന് മദ്യപിച്ച് രാത്രിയോടെ മുരളി വേണുവിന്റെ വീട്ടിലേക്ക് ചെന്നു. ആ സമയം രാധികയും അവിടെ ഉണ്ടായിരുന്നു. വേണുവിനോട് സംസാരിക്കണം എന്ന് മുരളി ആവശ്യപ്പെടുകയാണ്. മുരളിയുടെ ആ അവസ്ഥയിൽ വേണുവിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേണു അതിന് സമ്മതിക്കുന്നു. വേണുവിന്റെ അടുത്ത സിനിമ മുഴുവൻ താൻ പാട്ട് കമ്പോസ് ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു മുരളി വന്നത്. നീ സിറ്റുവേഷൻ പറ, ഞാൻ ഇപ്പോ തന്നെ കമ്പോസ് ചെയ്യാം എന്നൊക്കെ മുരളി ശാഠ്യം പിടിക്കുന്നുമുണ്ട്. വീടിനകത്തെത്തിയ മുരളിയോട് വേണു സിറ്റുവേഷൻ പറഞ്ഞു. 2 കൂട്ടുകാർ സിനിമ പിടിക്കണമെന്ന ആഗ്രഹവുമായി മദിരാശിയിലേക്ക് വരുന്നു. ഒരാൾ അതിൽ പടിപടികൾ കയറി വലിയ സക്സസ് ആയി, മറ്റൊരാളോ തകർന്ന് പടുക്കുഴിയിലായി. മെല്ലെ മെല്ലെ അവരകന്നു. അവസാനം ഒരു നശിച്ച രാത്രി അവർ തമ്മിലടിച്ച് പിരിയുന്നു. തങ്ങളെപ്പറ്റിയാണ് വേണു പറയുന്നത് എന്ന് മുരളി തിരിച്ചറിയുന്നുണ്ടായിരുന്നു. വേണു കമ്പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മുരളിയുടെ ഒച്ചയടഞ്ഞു പോയി. മുരളിക്കൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഞെട്ടലോടെ വേദനയോടെ വേണുവിനെ നോക്കിയിരുന്ന മുരളിയോട് ഇനി നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറയണോടാ എന്ന് വേണു ചോദിക്കുകയാണ്. ആകെ തകർന്ന് മുരളി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. സങ്കടത്തിൽ ഇറങ്ങിപ്പോവുകയായിരുന്ന മുരളി തന്റെ ട്യൂണുകൾ റെക്കോർഡ് ചെയ്ത കാസറ്റ് വേണുവിന്റെ വീടിന് മുമ്പിൽ വലിച്ചെറിയുന്നുണ്ട്. പിറ്റേന്ന് പകലിൽ വേണു ആ കാസറ്റ് കണ്ടെടുക്കുന്നു. ടേപ്പ് റെക്കോർഡറിൽ മുരളി എന്ന് പേരെഴുതിയിരുന്ന ആ കാസറ്റ് വേണു പ്ലേ ചെയ്യിപ്പിക്കുകയാണ്. ജ്ഞാപകം എന്ന സോങ്ങിന്റെ ട്യൂൺ അതിലുണ്ടായിരുന്നു. ആ സമയത്താണ് ആ ട്യൂൺ മുരളിയുടേതാണെന്ന കാര്യം വേണു തിരിച്ചറിയുന്നത്. ഞെട്ടലോടെ വേണു വേഗത്തിൽ സ്വാമീസ് ലോഡ്ജിലേക്ക് ചെന്നെങ്കിലും മുരളി അവിടം വിട്ട് പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് തങ്ങളുടെ സൗഹൃദം തകർക്കാൻ കാരണമായത് ഇന്ദ്രധനുഷാണെന്ന് പറഞ്ഞ് വേണു ഇന്ദ്രധനുഷുമായി ഒരു പ്രശ്നം തന്നെ തീർത്തു. പക്ഷേ അതുകൊണ്ടൊന്നും പിരിഞ്ഞുപോയ സൗഹൃദത്തെ വേണുവിന് പിന്നീട് തിരികെ കിട്ടിയതേയില്ല. ജീവിതം മുമ്പോട്ട് തന്നെ പോവുകയാണല്ലോ. വേണു സിനിമകൾ ചെയ്തുകൊണ്ടേയിരുന്നു. ആദ്യത്തെ കുറച്ച് സിനിമകൾ സൂപ്പർ ഹിറ്റായിരുന്നു. ഒരു പരിധി കഴിഞ്ഞതും ചുറ്റുമുള്ളവരുടെ പുകഴ്ത്തലുകളും ഉപദേശങ്ങളുമൊക്കെ വേണുവിലെ കലാകാരനെ പതിയെ താഴേക്ക് കൊണ്ടുവന്നു. തുടർച്ചയായി സിനിമകൾ പരാജയപ്പെടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരിക്കൽ മുരളിയുടെ ഒരു ഫോൺ കോൾ വേണുവിനെ തേടിയെത്തി. 1989 അത്. കൂട്ടുകെട്ടുകൾക്കിടയിൽപ്പെട്ട് വേണുവിലെ കലാകാരൻ തകർന്നു പോകുന്നതിനെപ്പറ്റി, വേണുവിന്റെ സിനിമയുടെ നിലവാര തകർച്ചയെപ്പറ്റി അന്ന് മുരളി ഫോണിലൂടെ വിമർശിച്ച് ഫോൺ കട്ട് ചെയ്തു. വേണുവിനും അത് നിരാശയും ദുഃഖവും ദേഷ്യവും പകരുന്നതായിരുന്നു. പിന്നീടും വർഷങ്ങളോളം അവർ തമ്മിൽ കോണ്ടാക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു കൊല്ലം മുമ്പാണ് അത് സംഭവിക്കുന്നത്. വേണുവിന്റെ ഭാര്യയ്ക്ക് രാധികയ്ക്ക് ഒരു അപകടം പറ്റിയിരുന്നു. അസോസിയേഷനിൽ നിന്ന് ചില സഹായം കിട്ടും. അതിന്റെ ആവശ്യത്തിനും ചികിത്സാവശ്യത്തിനും വേണു കൊച്ചിയിൽ വന്നിരുന്നു. അവിടെ വെച്ച് വേണു വീണ്ടും താൻ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താമസിച്ചിരുന്ന മുരളിയെ നേരിട്ട് കണ്ടു. വർഷങ്ങൾക്ക് ശേഷമുള്ള 2 സുഹൃത്തുക്കളുടെ കൂടിക്കാഴ്ച. ദേഷ്യങ്ങൾക്കും പരിഭവങ്ങൾക്കും അപ്പുറം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒപ്പം സന്തോഷവും. വേണുവും മുരളിയും സംസാരിക്കാൻ ആരംഭിച്ചു. അന്നാ ദിവസത്തിനു ശേഷം അവിടെ നിന്നും വലിയ ഈഗോയുമായി മുരളി ബോംബെക്ക് വണ്ടി കയറിയിരുന്നു. മ്യൂസിക് ഡയറക്ടർ ആവണം എന്ന ആഗ്രഹത്തിൽ തന്നെ. പക്ഷേ അരഞ്ഞുതിരിഞ്ഞ് പല വാതിലുകൾ മുട്ടിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. ഒടുവിൽ മുരളി അലി സഫർ എന്നു പേരുള്ള മ്യൂസിക് ഡയറക്ടറിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റായി. 93 ബോംബെയിൽ സ്ഫോടനമുണ്ടാകുന്നത്. അതിനുശേഷം അവരൊന്നിച്ച് ബംഗാളിലേക്ക് പോയി. മുർഷിദാബാദിൽ അവർ മ്യൂസിക് അക്കാദമി തുടങ്ങി കുട്ടികളെ പഠിപ്പിച്ച് അവിടെ ജീവിക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ പലരും പോപ്പുലർ മ്യൂസീഷ്യൻസും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെയായി. വേണുവിന്റെ മറുചോദ്യം വന്നു. നീ എന്തായി? ഇത്ര നാളുകൾക്ക് ശേഷം എന്താ നീ ഇങ്ങോട്ട് വന്നത്? മുരളി പറഞ്ഞു, നിനക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയില്ലേ? ആ ഷോ ഞാൻ കണ്ടിരുന്നു. ആളുകൾ നിനക്കെതിരെ ഒച്ചയുണ്ടാക്കുന്നത്, ഒരു പരിചയവുമില്ലാത്ത ആരെയോ കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുന്നുവെന്ന് ഒച്ചവെക്കുന്നത്. പണ്ട് റിട്ടൺ ആൻഡ് ഡയറക്ടഡ് ബൈ വേണു എന്ന് വരുമ്പോ കയ്യടികൾ മുഴുകിയിരുന്നു. എന്താടാ പറ്റിയത്? വേണു മറുപടി പറഞ്ഞു. തുടർച്ചയായി ഒരുപാട് പടം പരാജയപ്പെട്ട ആദ്യത്തെ നല്ലവർക്കൊന്നും പിന്നെ ആരും ഓർക്കില്ല. ആദ്യത്തെ വിജയങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സക്സസ് തലക്ക് പിടിച്ചു. ഞാൻ തന്നെ എന്റെ കരിയർ നശിപ്പിച്ചു. പഴയ പോലെ തിരിച്ചു വരാനൊക്കെ ആഗ്രഹിച്ചെങ്കിലും ഒന്നും നടന്നില്ല. വീണ്ടും വീണ്ടും പരാജയപ്പെട്ടപ്പോ ജനങ്ങൾ അങ്ങ് മറന്നു. അത് കേട്ടതും മുരളി വേണുവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ തോറ്റ് പിന്മാറേണ്ടവനല്ല. നിന്റെ ഉള്ളിൽ നല്ലൊരു കഴിവുണ്ട്, നീ തിരിച്ചു വരണമെന്ന്. ചെറുപ്പക്കാരുടെ കാലമാണെന്നൊക്കെ പറഞ്ഞ് വേണു നിരുത്സാഹപ്പെട്ട് മാറാൻ നോക്കിയെങ്കിലും മുരളി അതിന് സമ്മതിച്ചില്ല. വേണുവിന്റെ കൂടെ നിന്ന് വേണുവിനെ കൊണ്ട് നല്ലൊരു സിനിമ ചെയ്യിപ്പിക്കണം എന്ന് മുരളിക്കുണ്ടായിരുന്നു. മുരളിയുടെ വാക്കുകളൊക്കെ കേട്ടതും വേണു അവസാനം എഴുതിയ 3 സ്ക്രിപ്റ്റുകൾ മുരളിയെ കാണിക്കുകയാണ്. അതിൽ ജീവിതഗാഥകൾ എന്ന സ്ക്രിപ്റ്റ് മുരളിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ അവരൊന്നിച്ച് ഒരു മരണ വീട്ടിൽ പോയി. പഴയ മ്യൂസിക് ഡയറക്ടർ ഇന്ദ്രധനുഷ് മരണപ്പെട്ടിരുന്നു. മുരളിയുടെ ഉള്ളിലെ ദേഷ്യം പോയിരുന്നില്ലെങ്കിലും മരണവീടാണല്ലോ. മുരളിയൊന്നും പ്രകടമാക്കിയില്ല. അവിടെ നിൽക്കുമ്പോഴാണ് പ്രദീപ് എന്ന അസോസിയേറ്റ് ഡയറക്ടറായിട്ടുള്ള ഒരു പയ്യൻ വേണുവിനടുത്തെത്തുന്നത്. വേണുവിനെ കണ്ട് വേണുവിന്റെ ഫാനാണ് താനെന്ന് പ്രദീപ് അഭിസംബോധന ചെയ്തു. അന്ന് മരണവീട്ടിൽ നിന്ന് മടങ്ങുമ്പോൾ മുരളി പ്രദീപിനെയും തങ്ങളുടെ കൂടെ വണ്ടിയിലേക്ക് വിളിച്ചു കയറ്റി ജീവിതഗാഥകളുടെ
സ്ക്രിപ്റ്റ് പ്രദീപിനോട് വായിച്ചിട്ട് അഭിപ്രായം പറയാൻ ആവശ്യപ്പെട്ടു. നീണ്ട യാത്രയായതുകൊണ്ട് പ്രദീപ് വണ്ടിയിലിരുന്ന് സ്ക്രിപ്റ്റ് വായിക്കുകയാണ്. വായിച്ച ശേഷം ഒരു കഫേയിലിരുന്ന് സംസാരിക്കുമ്പോൾ കഥാഗതിയും സംഭവങ്ങളുമൊക്കെ നന്നായിട്ടുണ്ടെന്നും ചില ക്രഞ്ച് സീനുണ്ട്, അതൊഴിവാക്കിയാൽ നന്നാവുമെന്നും പ്രദീപ് അഭിപ്രായം പറഞ്ഞു. വേണുവിന്റെ നല്ലൊരു ഫാനായതുകൊണ്ട് തന്നെ ആ സിനിമ ഓണാക്കുവാനും വേണുവിന്റെ കൂടെ നിന്ന് അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യാനും പ്രദീപ് തയ്യാറാവുകയാണ്. പക്ഷെ പ്രൊഡ്യൂസർ വേണമല്ലോ. പ്രദീപിന്റെ സഹായത്തോടെ ഫിയർലെസ് എന്ന ബാനറിലുള്ള അലക്സ് എന്ന പയ്യൻ പ്രൊഡ്യൂസ് ചെയ്യാനെത്തുന്നു. അവരെ ഇംപ്രസ് ചെയ്യിക്കുവാൻ ആദ്യഘട്ടത്തിൽ തന്നെ സിനിമയിലെ ഒരു പാട്ട് മുരളിയുടെ നേതൃത്വത്തിൽ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നുമുണ്ട്. 2 വൃത്തന്മാരാണല്ലോ മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ളത്, അതുകൊണ്ട് പ്രൊഡ്യൂസറിന് കിട്ടാൻ പാടാകും എന്ന് പ്രദീപ് ആദ്യമേ വാൺ ചെയ്തതിന്റെ പേരിലായിരുന്നു പ്രൊഡ്യൂസർ അലക്സിനെ കൺവിൻസ് ചെയ്യിക്കുവാൻ അവരത്തരത്തിൽ പ്രവർത്തിച്ചത്. എന്തായാലും അത് സക്സസ് ആയി. അലക്സ് പ്രൊഡക്ഷനും ഏറ്റെടുത്ത് പടത്തിന്റെ വർക്കുകൾ ആരംഭിച്ചു. പുതുമുഖങ്ങളെ വെച്ചിട്ടായിരുന്നു പടം ചെയ്യാനിരുന്നത്. ലൊക്കേഷൻ നോക്കലും ഒക്കെ കഴിഞ്ഞ് ഒരു ഘട്ടത്തിൽ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ പ്രൊഡ്യൂസർ അലക്സ് അറസ്റ്റിലാകുന്നു. അതോടെ സിനിമ മുടങ്ങുകയാണ്. വേണുവും മുരളിയും വലിയ നിരാശയിലായി. പുതിയ പ്രൊഡ്യൂസറിനെ നോക്കിയിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അങ്ങനെ ഷൂട്ട് അവസാനിപ്പിച്ച് സിനിമ നടക്കില്ല എന്ന അവസ്ഥയിലേക്കെത്തി. വേണുവും സംഘവും ആദ്യ വണ്ടിയിൽ തിരിച്ചു. മുരളി താൻ കുറച്ചു കഴിഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ തുടരാൻ ആരംഭിച്ചു. അവർ പോയ ശേഷം അവിടെയുള്ള ഒരു വ്യൂ പോയിന്റിൽ കയറി മുരളി വയലിൻ വായിച്ചു നിൽക്കുകയായിരുന്നു. ആ സമയം അതുവഴി വന്ന ഒരു കാർ മുരളിയെ കണ്ട് നിർത്തി. കാറിലുണ്ടായിരുന്ന വ്യക്തി മുകളിലേക്ക് കയറി വന്നു. വയലിൻ വായിച്ചു തിരിഞ്ഞ മുരളി അവരെ നേരിൽ കണ്ടു. അത് പഴയ ആനിയായിരുന്നു. മുരളി പ്രണയിച്ചിരുന്ന ആനിയുമായി പിന്നീട് മുരളി സംസാരിക്കുകയാണ്. ആനിയും ഭർത്താവും അവിടാണ് ജീവിക്കുന്നതെന്നും 2 മക്കളുണ്ടെന്ന കാര്യവും മുരളി മനസ്സിലാക്കുന്നു. അന്ന് ആ സംഭവത്തിന് ശേഷം ആനി ഒരു കോൺവെന്റിലേക്ക് മാറിയെന്നും ഒരു സിസ്റ്ററാണ് തന്നെ അവിടെ നിർത്തി പഠിപ്പിച്ചതെന്നും വിവാഹം കഴിപ്പിച്ചതെന്നുമൊക്കെ ആനി മുരളിയോട് പറഞ്ഞു. മുരളി വിവാഹിതനല്ലെന്ന കാര്യം ആനിയും മനസ്സിലാക്കി. തുടർന്നുള്ള സംസാരത്തിൽ സിനിമയുടെ കാര്യവും ആനി മനസ്സിലാക്കുന്നുണ്ട്. ആനിയുടെ ഭർത്താവ് മീഡിയ മേഖലയുമായി ബന്ധപ്പെട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പിന്നീട് മുരളിയും അവിടം വിട്ട് കൊച്ചിയിലേക്ക് തിരിക്കാനിറങ്ങുമ്പോൾ ആനിയുടെ ഫോൺ കോൾ മുരളിക്ക് വന്നു. ഭർത്താവിനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു എന്നുകൊണ്ടായിരുന്നു കോൾ. ആനിയുടെ ഭർത്താവ് ഫോണെടുത്ത് മുരളിയോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ആനി പറഞ്ഞ് താൻ അറിഞ്ഞെന്നും അവരുടെ നിന്നുപോയ സിനിമ ഏറ്റെടുക്കാൻ തന്റെ ഒരു സുഹൃത്തിന് താല്പര്യമുണ്ട്, അദ്ദേഹം നാളെ വരും എന്നും ആനിയുടെ ഭർത്താവ് മുരളിയോട് പറയുകയാണ്. മുരളിക്ക് സ്വർഗം കിട്ടിയ പ്രതീതിയായിരുന്നു. മുരളി ഉടനടി വേണുവിനെയും മറ്റും വിളിച്ച് കാര്യമറിയിച്ചു. വണ്ടി തിരിച്ച് അവരോട് തിരികെ ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം അവരുടെയൊക്കെ മുമ്പിലേക്ക് അവർ കാത്തിരുന്ന പ്രൊഡ്യൂസർ എത്തുകയാണ്. മുമ്പിലെത്തിയ പ്രൊഡ്യൂസറെ കണ്ടതും അത് കേശവദേവാണോ എന്ന് മുരളിയും വേണുവും ഒന്ന് സംശയിച്ചിരുന്നു. പക്ഷേ അത് കേശവദേവിന്റെ മകൻ ജയൻ കേശവദേവായിരുന്നു. അച്ഛന്റെ പഴയ സക്സസ്ഫുൾ സിനിമകളുടെ ഡയറക്ടറെ നേരിട്ട് സഹായിക്കാൻ എത്തിയതായിരുന്നു ജയൻ സ്ക്രിപ്റ്റ് വായിച്ചു, ഓക്കെ പറഞ്ഞു. വൈകാതെ സിനിമ വീണ്ടും ഓണാവുകയാണ്. പക്ഷേ പുതുമുഖങ്ങൾ വെച്ച് ചെയ്താൽ സിനിമ ശ്രദ്ധിക്കപ്പെടില്ലെന്നും അറിയപ്പെടുന്ന ഒരു മുഖമെങ്കിലും സിനിമയിൽ വേണം എന്ന ആവശ്യം ജയൻ മുമ്പോട്ട് വെച്ചു. പ്രദീപും അത് തലകുലുക്കുന്നതോടെ വേണുവിനും അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ നടനുള്ള തിരച്ചിലിലാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറച്ചു പടങ്ങൾ തുടർച്ചയായി പൊട്ടിനിൽക്കുന്ന ഒരു പിന്തുണയും സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നില്ലാത്ത നിതിൻ മോളി എന്ന താരത്തിന്റെ പേര് ഉയർന്നു വരുന്നത്. ആദ്യം സംശയാസ്പദമായ സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഒടുവിലവർ നിതിൻ മോളിയെ തന്നെ താരമായി ഉറപ്പിക്കുകയാണ്. ഒരു സ്റ്റാറിന്റേതായ അഹങ്കാരവും ജാടയും ഒക്കെയുള്ള ശുദ്ധനായ എന്നാൽ ഷോ ഓഫ് ഒക്കെയുള്ള ഒരു നടനായിരുന്നു നിതിൻ മോളി. എന്തായാലും ഷൂട്ട് ആരംഭിച്ച് ആദ്യ ദിവസത്തിൽ തന്നെ സീനിയർ ഡയറക്ടർ ആയിരുന്നിട്ടും വേണുവിനെ ആരും റെക്കഗ്നൈസ് ചെയ്യുകയോ റെസ്പെക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യ ദിവസത്തെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയ ആദ്യത്തെ ഷോട്ട് ഒറ്റ വേണു പൂർത്തിയാക്കിയതും വേണുവിന്റെ സ്കില്ലുകൾ ഏവരും തിരിച്ചറിയുകയായിരുന്നു. അതോടെ ഏവരും വേണുവിനെ ബഹുമാനിക്കാനും മറ്റും ആരംഭിച്ചു. ഷൂട്ട് മികച്ച രീതിയിൽ മുമ്പോട്ടേക്ക് പോയി. പറഞ്ഞതിനും നേരത്തെ തന്നെ അധിക ഷോട്ടുകൾ അടക്കമെടുത്ത് മികച്ച രീതിയിൽ ഷൂട്ടിംഗ് വേണു പൂർത്തിയാക്കിക്കൊണ്ടിരുന്നു. പക്ഷേ ഷൂട്ടിംഗിന്റെ 11ാം ദിവസമാണ് ഒരു പ്രതിസന്ധി കടന്നുവരുന്നത്. പ്രൊഡ്യൂസർ ജയന് കുറച്ച് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജയൻ കടക്കിണിയിൽപ്പെട്ടു. മാത്രമല്ല അവരുടെ സിനിമയുടെ സാറ്റലൈറ്റോ പ്രീ ബിസിനസ്സോ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ സിനിമ സ്റ്റെക്കാകുന്ന ഘട്ടത്തിലേക്കെത്തി. അറ്റാക്ക് വന്ന് ജയൻ ആശുപത്രിയിലായതോടുകൂടി സിനിമ പൂർണ്ണമായും നിന്നു. ജയന്റെ കുടുംബത്തിന് ആ ഒരവസ്ഥയിൽ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലായിരുന്നു. സിനിമ നിന്നതോടെ വേണുവാകെ തകർന്നു പോകുന്നുണ്ട്. വല്ലാത്തൊരു നിരാശ വേണുവിനെ ബാധിച്ചു. എല്ലാം അവസാനിപ്പിച്ച് ഒതുങ്ങിക്കൂടി നടന്നിരുന്ന ഒരാളായിരുന്നല്ലോ തിരികെ വന്ന് വീണ്ടും മോഹിപ്പിച്ച് സ്വപ്നങ്ങൾ കണ്ട് ഒടുവിൽ അതില്ലാതെ പോകുമ്പോഴുള്ള വിഷമം വേണുവിന്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിയിരുന്നു. മുരളിയോട് തന്റെ ആ വേദനകൾ വേണു പങ്കുവെച്ചു. ഏറ്റവും ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ചു നിന്ന് എന്നെ
തിരികെ കൊണ്ടുവന്ന് എന്തിനാടോ സ്വപ്നം കാണിപ്പിച്ചത്, മോഹിപ്പിച്ചത് എന്ന് വേണു ദുഃഖത്തോട് ചോദിച്ചു. മുരളിയുടെ ഉള്ളിലും ഏറെ വേദനയുണർത്തുന്ന ചോദ്യമായിരുന്നു അത്. ആ രാത്രിക്ക് ശേഷം വേണു പിന്നീട് മുരളിയെ കണ്ടിട്ടേയില്ല. മുരളി അവിടെ നിന്നും എങ്ങോട്ടേക്കോ പോയിരുന്നു. സിനിമ മുടങ്ങി. പക്ഷെ ചിലപ്പോഴെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമല്ലോ. ഒന്ന് സംഭവിച്ചു. കള്ളുകുടിയനായ നിതിൻ മോളി 2 കൂട്ടുകാരോടൊന്നിച്ച് സിനിമ മുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞ് കള്ളുകുടിച്ച് വിഷമിച്ച് നെപ്പോട്ടിസത്തെ പറ്റിയും സിനിമയിലെ കോക്കസിനെ പറ്റിയുമൊക്കെ സംസാരിച്ച് അവരെ ചീത്ത വിളിച്ചിരിക്കുന്ന സമയം അവിടെ നിതിൻ മോളിയുടെ കൂടെയുണ്ടായിരുന്ന 2 പേർ ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അവർ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതും ആ വീഡിയോ വൈറലാവാൻ ആരംഭിച്ചു. മുഴുവൻ ചീത്തവിളിയും സിനിമയിലെ കോക്കസിനെ പറ്റിയും നെപ്പോക്കെട്ടുകളെ പറ്റിയുമൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിലും ജനങ്ങൾക്കിടയിൽ നിതിൻ മോളിക്ക് അതുകൊണ്ടൊരു ഉയർച്ച കിട്ടി. പോരാത്തതിന് നിന്നുപോയ ജീവിതഗാഥകളെന്ന സിനിമയിലെ പാട്ടും അതിൽ പ്ലേ ചെയ്തിരുന്നല്ലോ. ആ സിനിമയെപ്പറ്റിയും സിനിമ ഡയറക്റ്റ് ചെയ്ത വേണുവിനെ പറ്റിയും മ്യൂസിക് ഡയറക്ടർ മുരളിയെപ്പറ്റിയും അവരുടെ പ്രായത്തെപ്പറ്റിയുമൊക്കെ ചർച്ചകൾ വന്നു. അതോടെ സിനിമ ഓണാവാനുള്ള സാഹചര്യങ്ങൾ വീണ്ടും ഉടലെടുക്കുകയാണ്. പ്രൊഡ്യൂസർ ജയനെ തേടി പ്രീ ബിസിനസ് സംസാരിക്കാനും സാറ്റലൈറ്റ് റേറ്റുകളെ പറ്റിയും OTT റേറ്റുകളെ പറ്റിയുമൊക്കെ സംസാരിക്കാനും കോളുകൾ വന്നു തുടങ്ങി. മികച്ച ബിസിനസ്സുകാരനായ ജയനാകട്ടെ അതൊക്കെ തനിക്ക് അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്തു. അതോടെ നിന്നുപോയ ഇടത്തുനിന്നും സിനിമ വീണ്ടും സ്റ്റാർട്ടാകുന്നു. പക്ഷേ അപ്പോഴേക്കും മുരളിയെ എവിടെയെന്ന് കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാലും സിനിമയ്ക്ക് വേണ്ട മുഴുവൻ പാട്ടുകളും കമ്പോസ് ചെയ്ത് തീർത്ത് പശ്ചാത്തല സംഗീതത്തിന്റെ നോട്ടുകൾ സ്ക്രീൻ പ്ലേക്കൊപ്പം എഴുതി വെച്ചിട്ടായിരുന്നു മുരളി പോയി കഴിഞ്ഞിരുന്നത്. ഒരു ടെക്നീഷ്യനെ വെച്ച് വേണു അതൊക്കെ റെക്കോർഡ് ചെയ്തെടുത്തു. ടെക്നീഷ്യൻ അടക്കം ഞെട്ടിയിരുന്നു. റീല് കണ്ടു മാത്രമേ പശ്ചാത്തല സംഗീതം ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറയുന്നവർക്കിടയിൽ സ്ക്രിപ്റ്റ് വായിച്ചു മാത്രം അത്രമേൽ ഇണങ്ങുന്ന രീതിയിൽ ഒരാളെങ്ങനെ പശ്ചാത്തല സംഗീതം തീർത്തു എന്നതയാളെ അതിശയിപ്പിച്ചിരുന്നു. അങ്ങനെ സിനിമ അതിഗംഭീരമായി പൂർത്തിയായി. വേണുവും ടാക്സി ഡ്രൈവറും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ ദിവസമായിരുന്നു വേണുവിന്റെ സിനിമ റിലീസാകുന്നതും. അത് കേട്ടതും ഞെട്ടി ടാക്സി ഡ്രൈവർ വണ്ടി ചവിട്ടി നിർത്തി. രാവിലെ തന്നെ സിനിമയുടെ റിസൾട്ട് വേണുവിന് കിട്ടിയിരുന്നു. സിനിമ വളരെ മികച്ച വിജയമാണ്. പ്രേക്ഷകർക്കിടയിലും വലിയ സ്വീകാര്യതയുണ്ട്. സിനിമയുടെ റിസൾട്ടൊക്കെ കിട്ടി നിൽക്കുമ്പോഴായിരുന്നു മുരളി എവിടുണ്ടെന്ന വിവരം, അതിന്റെ ലൊക്കേഷൻ വേണുവിന് ലഭിക്കുന്നത്. അങ്ങനാണ് മുരളിയെ തിരഞ്ഞ് വേണു ടാക്സി പിടിച്ച് കൊച്ചിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് തിരിക്കുന്നതും. യാത്രയ്ക്കൊടുവിൽ ലൊക്കേഷനിലേക്ക് വേണു എത്തിച്ചേരുകയാണ്. കർപ്പകം സംഗീത സഭ എന്ന് പേരുള്ള ഒരു കെട്ടിടത്തിലേക്ക്. അങ്ങോട്ടേക്ക് നടന്നു കയറിയ വേണു തന്റെ ഫോണിൽ ജ്ഞാപകം എന്ന പാട്ടിലെ ഒരു ഭാഗം പ്ലേ ചെയ്യിപ്പിച്ചു വെച്ചു. താൻ ചെയ്ത തെറ്റുകളൊക്കെ ക്ഷമിച്ച് തന്റെ അടുത്തേക്ക് വരൂ എന്ന വരികൾ അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. സംഗീതം കേട്ടതും മുരളി പുറത്തേക്കിറങ്ങി വന്നു. വേണുവും മുരളിയും വീണ്ടും കണ്ടു. തങ്ങളുടെ സിനിമയുടെ റിലീസിനെ പറ്റിയും അത് ബ്ലോക്ക് ബസ്റ്റർ ആണെന്നും ഏറെ ഇമോഷണലായി വേണു മുരളിയോട് പറഞ്ഞു. ഒന്നിച്ച് സിനിമ കാണുവാനും തിരികെ പോകുവാനും എല്ലാം എടുത്തുകൊണ്ട് വരുവാൻ വേണു മുരളിയോട് പറയുകയാണ്. ബാഗുമെടുത്ത് മുരളി പുറത്തേക്ക് വന്നു. കാറിനുള്ളിൽ ബാഗുകൾ വെച്ചു. ആ സമയം സിനിമയിലെ പാട്ടുകളൊക്കെ തനിക്കൊന്ന് കേൾക്കണം, ഒറ്റയ്ക്ക് കേൾക്കണം എന്ന് മുരളി ആവശ്യപ്പെട്ടു. കാറിനകത്തെ പ്ലെയറിൽ പാട്ട് പ്ലേ ചെയ്ത് മുരളിയെ കാറിനകത്തിരുത്തി ഡ്രൈവറും വേണുവും മാറിയിരുന്നു. ഓരോ ഗാനങ്ങളും മാറി മാറി വന്നു. 10-20 മിനിറ്റ് കടന്നുപോയി. ഒടുവിൽ പാട്ടുകളൊക്കെ അവസാനിച്ചു. കണ്ണടച്ച് കിടക്കുകയായിരുന്ന മുരളിക്കടുത്തേക്ക് വേണു കടന്നു ചെന്നു. മുരളി അനങ്ങുന്നുണ്ടായിരുന്നില്ല. വേണു മുരളിയുടെ മൂക്കിൽ കൈവച്ച് നോക്കി. ശ്വാസോച്ഛ്വാസമില്ല. മുരളി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് ചിന്തിച്ച് വേണു പൊട്ടിക്കരയാൻ ആരംഭിച്ചു. ആ ഒരു നിമിഷത്തിൽ അവരുടെ പഴയ ജീവിതഗാഥകൾ വേണുവിന്റെ ഉള്ളിലേക്ക് ഓടി വന്നു. പെട്ടെന്ന് വേണു കരയുന്ന ശബ്ദമൊക്കെ കേട്ട് മുരളി മയക്കത്തു നിന്നും ഞെട്ടിയുണരുകയാണ്. മുരളി ഒന്നുറങ്ങിപ്പോയതായിരുന്നു. മരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ നേരെ തിയേറ്ററിലേക്ക് എത്തിച്ചേരുകയാണ്. ഷോ കഴിയാൻ നിൽക്കുകയായിരുന്നു. വേണുവും മുരളിയും സന്തോഷത്തോടെ തിയേറ്റർ ഡോറിനടുത്തേക്ക് ചെന്നു. അകത്തേക്ക് ചെവി കൂർപ്പിച്ചു നിന്നു. അവസാന നിമിഷങ്ങളിലെ മ്യൂസിക്കും ആരവങ്ങളും അവർ കേട്ടു. സിനിമ അവസാനിച്ച് അവർ എണ്ണി 1, 2, 3 ക്ലാപ്സ്. കയ്യടികൾ മുഴങ്ങിക്കേട്ടു. അവർ വാതിൽ തുറന്ന് സിനിമാ ഹാളിനകത്തേക്ക് കടന്നു. ഒപ്പം അവരുടെ ഓർമ്മകളുടെ കാലത്തേക്കും. ഇതുപോലൊരു സിനിമ മുമ്പേ ചെയ്യേണ്ടതായിരുന്നു. എന്തേ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത് എന്ന് മുരളിയുടെ യൗവനം ചോദിച്ചു. എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് മുരളി എന്നായിരുന്നു വേണുവിന്റെ മറുപടി. ആ ക്ലാസിക് ഡയലോഗോടെ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.